നമുക്ക് ഒരാള് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമം അറിയാം. പെരിന്തൽമണ്ണയിലെ ജനഹൃദയങ്ങളിൽ ഉള്ള ഒരു നാമം കൂടിയാണ് മണ്ണിൽ ഹസ്സൻ അല്ലെങ്കിൽ അസാക്ക എന്ന് പറയുന്ന. നമ്മുടെ നാട്ടിലെ നിരവധി കളിക്കാരെ, സ്പോർട്സ് രംഗത്തുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ക്ലബിന്റെ പേരിലും അല്ലാത്ത പേരിലും ഒക്കെ നടത്തിക്കൊണ്ട് പെരിന്തൽമണ്ണയിലെ സ്പോർട്സിന്റെ ഒരു ഹബ്ബായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുക. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയുടെ കായിക സാംസ്കാരിക രംഗങ്ങളിൽ പതിറ്റാണ്ടുകളോളം സജീവ സാന്നിധ്യമായിരുന്ന മണ്ണിൽ ഹസന്റെ ഓർമ്മകൾക്ക് ആദരമായി കാദ്രാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണയിലെ പ്രധാന സ്പോർട്സ് ക്ലബ്ബുകളിലൊന്നായ കാദ്രാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റും സ്ഥാപകാംഗവും കലാകായിക സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന മണ്ണിൽ ഹസന്റെ അനുസ്മരണ സമ്മേളനമാണ് നടന്നത്. പെരിന്തൽമണ്ണയുടെ കലാ, കായിക, സാമൂഹിക രംഗങ്ങളിൽ പതിറ്റാണ്ടുകളോളം സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനും ഓർമ്മകൾ പുതുക്കുന്നതിനുമായി നിരവധി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. പെരിന്തൽമണ്ണ കാദ്രാൻ മുഹമ്മദ് അലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ക്ലബിൽ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മൂപ്പരിനെ അവിടെ കൊണ്ടിരുത്തും. അപ്പൊ ഞാൻ ഒറ്റക്ക് അവിടെ ഇരിക്കും. ചിലപ്പോൾ മൂപ്പര് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. പിന്നെ കുറെ സമയം കഴിഞ്ഞിട്ടാണ് വരിക. അപ്പൊ ഇവിടെ ആരെങ്കിലും പുസ്തകമൊക്കെ ഉണ്ടാവും, അസംഗാക്ക ഉണ്ടാവും, മാലിയൊക്കെ ഉണ്ടാവും. അങ്ങനെ സംസാരിച്ചും കൊണ്ട് അങ്ങനെ ഇരിക്കും. അങ്ങനൊക്കെ ഒരു ഓർമ്മ ഇപ്പൊ ഈ സമയത്ത് അവരുടെ കൂടെ ഇരുന്നതും സംസാരിച്ചിരുന്നതും അന്ന് കണ്ടതും ഇന്ന് കണ്ടതും ഒക്കെ ഒരേപോലെ തന്നെ. എന്തായാലും നമുക്ക് ഒരാള് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമം അറിയാം. ജീവിച്ചിരിക്കുമ്പോ നമുക്ക് അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. മരണപ്പെട്ട് കഴിഞ്ഞാലാണ് അത് വളരെയധികം വിഷമത്തോടെ നമ്മൾ ഓർക്കുക ഓരോ കാര്യങ്ങളും. കായിക സംഘാടകൻ, ക്ലബ് പ്രവർത്തകൻ, സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യം എന്ന നിലയിൽ മണ്ണിൽ ഹസൻ പെരിന്തൽമണ്ണയുടെ പൊതുജീവിതത്തിൽ നൽകിയ സംഭാവനകൾ സമ്മേളനത്തിൽ അനുസ്മരിച്ചു. ക്ലബിന്റെ വളർച്ചയിലും പെരിന്തൽമണ്ണയിലെ കായിക മുന്നേറ്റങ്ങളിലും നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു മണ്ണിൽ ഹസൻ. കേവലം ഒരു കായിക സംഘാടകൻ എന്നതിനപ്പുറം നാട്ടിലെ സാംസ്കാരിക കൂട്ടായ്മകളിലും സൗഹൃദവേദികളിലും അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു. പെരിന്തൽമണ്ണയുടെ കായിക ഭൂപടത്തിൽ കാദ്രാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിനെ അടയാളപ്പെടുത്തുന്നതിൽ മണ്ണിൽ ഹസൻ വഹിച്ച പങ്ക് വിസ്മരിക്കാനാവാത്തതാണെന്നും അദ്ദേഹത്തിന്റെ വേർപാട് നാടിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് വലിയ നഷ്ടമാണെന്നും സമ്മേളനത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. പെരിന്തൽമണ്ണയിലെ ഒട്ടനവധി ക്ലബ്ബുകളുടെ ദീർഘകാലം പെരിന്തൽമണ്ണ കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് ഇവിടെ വെള്ളട്ട് മോഹനൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒട്ടനവധി കാലം അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണയിലെ എഡ്വേർഡ് ക്ലബ്ബ്, പെരിന്തൽമണ്ണയിൽ അറിയപ്പെടുന്ന 3 ക്ലബ്ബുകളാണ്. ഒന്ന് കാദർലി സ്പോർട്സ് ക്ലബ്ബ്, കോസ്മോപൊളിറ്റൻ ക്ലബ്ബ്, എഡ്വേർഡ് ക്ലബ്ബ്. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി കാദർലി കഴിഞ്ഞാൽ ഈ 2 ക്ലബിലും അദ്ദേഹം ആ ക്ലബിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ആ ക്ലബിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അതിന്റെ വളർച്ചക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. വൈവിധ്യങ്ങളായ പ്രവർത്തന മേഖലകളിലൂടെ പെരിന്തൽമണ്ണയിലെ ജനഹൃദയങ്ങളിൽ ഉള്ള ഒരു നാമം കൂടിയാണ് മണ്ണിൽ ഹസ്സൻ അല്ലെങ്കിൽ അസാക്ക എന്ന് പറയുന്ന. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു അസാക്ക. അയാളുടെ ഈ അസുഖം ഇന്നതാണ് എന്ന് പോലും മക്കളായിട്ട് പോലും നമ്മളെ അറിയിച്ചിരുന്നില്ല. തിങ്കളാഴ്ച രാവിലെ ഞാൻ 11 മണിക്ക് ചെന്ന് 1 മണി വരെ പോരുന്നത് വരെയും അയാൾക്ക് യാതൊരു അസുഖമില്ല. എന്നോട് പറഞ്ഞത് 2-3 ദിവസമായി മൂത്രം പോയിട്ട് അതുമാതിരി 10 ദിവസമായി മോഷൻ ഇല്ലാതെയായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ അടിയന്തരമായിട്ട് ദാസേട്ടൻ്റെ അടുത്ത് പോകണം, ആസ്പത്രിയിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തിങ്കളാഴ്ച രാത്രിയാണ് അദ്ദേഹം ആസ്പത്രിയിൽ പോയി അഡ്മിറ്റ് ആവുന്നത്. വ്യാഴാഴ്ച മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണത്തിൽ എല്ലാവിധ അനുശോചനം അറിയിക്കുന്നു. ബോഡിക്കും അല്ലെങ്കിൽ ശരീരത്തിനോ ശരീരഭാഷയ്ക്കോ സംസാരത്തിനോ എന്തെങ്കിലും ഒരു മാറ്റം ഒരു കാലത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ ഇതിൽ കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു കൃത്യമായിട്ട് അത് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അതേപോലെ നമുക്ക് ഇങ്ങനെ വർഷങ്ങളായി നമ്മൾ
കണ്ടുകൊണ്ടിരിക്കുന്ന ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില ആളുകൾക്ക് ചില പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമേ കാണെങ്കിൽ പോലും അസാഖാൻ ഇങ്ങനെ ടൗണിന്റെ പല ഭാഗങ്ങളിലും പലപ്പോഴായി നമ്മൾ ഒരു ദിവസത്തിൽ 1 or 2 പ്രാവശ്യം കാണുന്ന, കൃത്യമായി ടൗൺ മുഴുവൻ പ്രദക്ഷിണം വെച്ച് നടക്കുന്ന ഒരാൾ എന്നുള്ള എനിക്ക് എല്ലാ സ്ഥലത്തും പള്ളിയിൽ ഉണ്ടാവും, ക്ലബിന്റെ അവിടെ ഉണ്ടാവും, കാതറിന്റെ അവിടെ ഉണ്ടാവും. അതിന് മുമ്പ് ഞങ്ങളുടെ അവിടെ ഒരു ഫ്രണ്ട്സ് ക്ലബ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് ക്ലബിന്റെയും ഒരാളായിട്ട് ഒരു കാലത്ത് അതിന്റെ ഒരു വലിയ പ്രവർത്തകനായിട്ട് അന്ന് രംഗത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഈ ബോൾ ബാറ്റ്മാൻ, ഇപ്പൊ ഈ ബോൾ ബാറ്റ്മാൻ എന്ന സാധനം ഇപ്പൊ ആൾക്കാർക്ക് അറിയുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. അതിന്റെ ഒരു വലിയ ഒരു ടീം പെരിന്തൽമണ്ണയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളെ മരിച്ചുപോയ തുണി വ്യാപാരം നടത്തിയിരുന്ന KP, എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന ചാമ്പ്യൻ അദ്ര, ഇങ്ങനെ ഒരു ടീം, ബോൾ മാനേജ്മെന്റ് അന്താരാഷ്ട്ര ക്ലിനിക്കിലെ നമ്മുടെ ഹരിയേട്ടൻ, ഇങ്ങനെ ഒരു വലിയ ടീം പെരിന്തൽമണ്ണയിൽ ബോൾ ബാറ്റ്മാന്റിന് സ്റ്റേറ്റ് ലെവലിൽ തന്നെ കിടപിടിക്കാവുന്ന ഒരു ബോൾ ബാറ്റ്മാൻ ടീമിനെ വാർത്തെടുക്കുകയും നയിക്കുകയും ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് സാഖ. അതിപ്പോൾ നിരവധി നമ്മുടെ നാട്ടിലെ നിരവധി കളിക്കാരെ, സ്പോർട്സ് രംഗത്തുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ക്ലബിന്റെ പേരിലും അല്ലാത്ത പേരിലും ഒക്കെ നടത്തിക്കൊണ്ട് പെരിന്തൽമണ്ണയിലെ സ്പോർട്സിന്റെ ഒരു ഹബ്ബായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുക. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇതിനകത്ത് ഇവർക്ക് സൂചിപ്പിച്ച പോലെ ഈ വിടവ് നികത്താനുള്ള ശക്തി പകരാൻ വേണ്ടി സർവശക്തിയോട് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സ്വർഗീയമാക്കട്ടെ എന്ന് സർവശക്തിയോട് പ്രാർത്ഥിക്കുക. നമ്മൾ അദ്ദേഹം വെച്ച നല്ല കാര്യങ്ങൾ അത് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും അതുപോലെയുള്ള സ്പോർട്സ് രംഗത്തുമൊക്കെ പകർത്തി പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ടാവുന്ന പങ്ക് വഹിച്ചുകൊണ്ട് ആ വിടവ് നികത്തിക്കൊണ്ട് പെരിന്തൽമണ്ണയുടെ സ്പോർട്സ് രംഗം മെച്ചപ്പെട്ടതാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന്. ഏത് തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റി തരാൻ സ്കൂളിൽ ഈ ഗ്രൗണ്ടിൽ വെച്ച്, പൊളി ഗ്രൗണ്ടിൽ വെച്ച് നടന്നാലും, ഇന്ന് തരാൻ സ്കൂളിൽ വേറെ ഗ്രൗണ്ടില്ല, ആ സമയത്തൊക്കെ അവിടെ വന്ന് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. എനിക്ക് 16 വയസ്സായപ്പോൾ പെരിന്തൽമണ്ണ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്നെ ആദ്യമായിട്ട് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നത് കോസ്മോപോളിറ്റനിലെ ക്ലബിൽ റേസ് ചെയ്തിട്ട് അത് അസാക്കിയായിരുന്നു. അവിടെ വൈകുന്നേരങ്ങളിൽ ആ പോളി ഗ്രൗണ്ടിൽ വരുന്ന കളിക്കാരെയൊക്കെ വാച്ച് ചെയ്യുകയും, സത്യത്തിൽ അവിടെ പെരിന്തൽമണ്ണയിൽ 2 പ്രബലമായ 2 ടീമുകൾ വന്നപ്പോൾ കാതർലി ക്ലബും അതുപോലെ തന്നെ കോസ്മോപോളിറ്റൻ ക്ലബുമായിരുന്നു. കോസ്മോപോളിറ്റൻ ക്ലബിൽ കൂടുതൽ ആളുകൾ അങ്ങാടിപ്പുറം പരിസരത്തുള്ള ആളുകളായിരുന്നു, പെരിന്തൽമണ്ണക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ കാതർലി ക്ലബിൽ പെരിന്തൽമണ്ണക്കാർ പ്രഗത്ഭരായ കളിക്കാരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആണ് അസക്കായുള്ള ബന്ധം. ക്ലബ് ട്രഷറർ CH മുസ്തഫ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ്, U അബ്ദുൽ കരീം, CV സദാശിവൻ, NP ഉണ്ണികൃഷ്ണൻ, C സുബ്രഹ്മണ്യൻ, വെള്ളാട്ട് മോഹനൻ, ക്ലബ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, സെക്രട്ടറി H മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.